ഹായ് ഹലോ ഹലോ സോറി I am fine. ഒരു ചെറിയ സിനിമ ടീ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ടീ ഉണ്ടാവില്ല, ഒരു ടീ പ്രോഗ്രാം. ഇപ്പോൾ സമയത്ത് വാച്ചില്ല. ഒരു 4 മണി ഞാൻ ടീ ടൈം തന്നെ കിട്ടോ. അപ്പോൾ സിനിമ കാണാറുണ്ടോ? സിനിമക്കാർ ഇഷ്ടമാണോ? അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ്, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്. 2024 ഇറങ്ങിയ സിനിമകളെ പറ്റി ആദ്യം ചോദിക്കാം. അപ്പോൾ 2024 23 കാലഘട്ടം, 2023 ജനുവരി തുടങ്ങി 2024 ഏപ്രിൽ വരെ ഉള്ള സിനിമ തിയേറ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ ടി വിയിൽ പണ്ട സിനിമകളിൽ വെച്ച് ഏത് നടനാണ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുള്ളത്? ഫഹദ് ഫാസിൽ. ഏതാ പടം? ആവേശം. 100 കോടി ക്ലബിൽ കയറാൻ മാത്രം ആവേശത്തിലുണ്ടോ? ആ, അത് നല്ല വസ്തു, നല്ല ആൻസർ. അപ്പോൾ ഫഹദിൻ്റെ പടമായിട്ടുള്ള ആവേശം നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇലിമിനേറ്റ് തന്നെ പാട്ട് കേട്ടു. ആ പാട്ടൊന്ന് പാടാവും? ആ പാട്ട് എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പാടുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2023 കണ്ട പാട്ടുകളിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ടിൻ്റെ വരി പറയാം. 2023, 24 അല്ല 23. മഞ്ഞുമൽ ബോയ്സ് 24 റിലീസായത്. ആ, അപ്പൊ 24 മഞ്ഞുമൽ ബോയ്സിലെ ഏത് പാട്ടായിരിക്കും ഇഷ്ടപ്പെട്ടത്? വരി അത് വരി പറഞ്ഞ് 2 മൂടാവോ? ആ, അപ്പോ ചോദ്യം ചോദിക്കാം. 2024 ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത യൂത്തിന് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? പ്രേമലു. എന്തായിരിക്കും കാരണം? പ്രേമലു ഒരു ചെറിയ സിനിമയല്ലേ? പിന്നെ സിനിമയെ വിട്ട് നമുക്ക് സിനിമ ബേസ് ചെയ്തിട്ടുള്ള ടി വി പ്രോഗ്രാമിൽ ചോദിക്കാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിവാദത്തിൽ പെടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കാണാറുണ്ടോ? അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആരാധന? ജിൻഡോയാണ്. എന്താ കാരണം? ചുറ്റി പറഞ്ഞു ക്യാമറ. ആ, അപ്പൊ എന്താ പറയുന്നത് താങ്കൾ? ജിൻഡോ. അപ്പൊ ജിൻഡോ സീനാണെന്നാ പറയുന്നത്. അപ്പൊ കപ്പ് ജിൻഡോ കൊണ്ടോ ബിഗ് ബോസിന്റെ? ആ, അപ്പോ വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ബിഗ് ബോസിലെ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗിൽ വരുന്ന കണ്ടന്റ് ഒരു കണ്ടസ്റ്റന്റ് ജാസ്മിൻ ജാഫറാണ്. ഞാൻ 10 ദിവസമൊക്കെ കണ്ടില്ല. എനിക്ക് കുറച്ച് വിവാദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ടി വി ചാനൽ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പറയാനില്ലെങ്കിലും ജാസ്മിൻ ജാഫർ ഒരു കുറച്ചുകൂടി സീസൺ അല്ല, കുറച്ചുകൂടി ദിവസങ്ങളിലൂടെ കടന്നു പോകുമെന്ന് ഞാൻ പറയും. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ആ, ജാസ്മിൻ ജാഫറിന് കൂടുതലും ഹെയ്റ്റേഴ്സ് ആണല്ലോ. ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ എന്താ കുറേ പേര് പറഞ്ഞു കുളിക്കില്ല, അങ്ങനെ കുറേ പേര് കുറെ കാര്യങ്ങൾ പറഞ്ഞു, തല കുളിക്കില്ല. അങ്ങനത്തെ സംഭവത്തെ പറ്റി എന്താ പറയുക? കുളിച്ചില്ലെങ്കിലും നല്ല രീതിയിൽ പെർഫോമറാണ്. അപ്പോൾ ഇപ്പോൾ ജാസ്മിൻ ഗബ്രി കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, കോംബോ. അതെങ്ങനെ കണ്ടത്? പറഞ്ഞ ഗെയിം ആണല്ലോ. പുള്ളിയും ഒരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു ഗെയിമാണെന്നാ പറഞ്ഞു. പ്രേമല്ല, ഗെയിം പ്ലാൻ അല്ല, ഗെയിം പ്രേമം. പ്ലാൻ ഉണ്ട്, ഗെയിം പ്രേമം. ഇപ്പോൾ ജാസ്മിൻ വേറെ അടുത്ത കർഷകർ പോയല്ലോ, അടുത്ത കർഷകർ കിട്ടിയല്ലോ. ജാസ്മിനെ ഗബ്രി പോയി കഴിഞ്ഞ് വേറെ കർഷകം ഉണ്ടോ? വേറൊരു ചെക്കനോട് ഇരിക്കുന്നുണ്ടല്ലോ.
അപ്പോൾ വേറെ കണ്ടസ്റ്റൻ്റ് ആര് ജിൻഡോ അല്ലാണ്ട് ഏതാ നല്ലൊരു പ്ലെയർ? അർജുൻ. പിന്നെ വേറൊരു പുള്ളി ഉണ്ടല്ലോ കുപ്പിയൊക്കെ എന്താ പറഞ്ഞിട്ട് റോക്കിയാ, റോക്കി ബായ്. റോക്കിയെ പറ്റി എന്താ പറയുക കണ്ടത്? കുറച്ചും കൊണ്ടായിരുന്നെങ്കിൽ ഗബ്രിക്കടി ഉണ്ടായിരുന്നു. സിജോക്കിടി ഉള്ളവരും ഗബ്രിക്കടി ഉണ്ടായിരുന്നു കുറച്ചും കൊണ്ടായിരുന്നു. സിജോ അല്ലെങ്കിൽ ജോസ്പരനെ പറ്റി നെഗറ്റീവ് സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ കിട്ടിയത് ഐഡിയുണ്ട്. അതുകൊണ്ടല്ല പുള്ളി ഇടി കൊള്ളണ്ടായിരുന്നു, പക്ഷേ സൂക്ഷിച്ച് കണ്ണ് കളിച്ചെങ്കിൽ ഇടി കൊള്ളൂല്ലായിരുന്നു സിജോ. ഇപ്പോഴും കളിക്കുന്നുണ്ട് നല്ല രീതി. അപ്പോൾ കപ്പാരോടെന്നാ പറയണത് താങ്കൾ? എന്താണ് ആണായോണ്ടാണോ ജിൻഡോ എന്ന് പറയുന്നത്? വേറെ ആളില്ല. ആൾക്കാരെ പറയുന്നത് ഹെയ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ജാസ്മിൻ കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത്. പെൺഭരണം എന്നാ പറയുന്നത്. കപ്പ് ജാസ്മിൻ ജാഫർ കൊണ്ട് കരസ്ഥമാക്കുമെന്നാണ് ആൾക്കാർ പറയുന്നത്. അതിനെപ്പറ്റി ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിക്കാമോ? ഉറപ്പിക്കാമോ? അപ്പോൾ ജിൻഡോ ആണോ ജാസ്മിൻ ആണോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകാം. ക്രിക്കറ്റിലേക്ക് വരാം. പറയാം. ലാസ്റ്റ് സിനിമ വിട്ട് നമുക്ക് കുറച്ച് കായികപരമായിട്ടുള്ള ഫുട്ബോളാണോ? ഫുട്ബോളിൽ ആരാണ് ഇഷ്ടം? മെസ്സി ആണോ അർജന്റീനയാണോ? അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ പ്ലേയിങ് ഒക്കെ കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണോ? അപ്പോൾ ഫിലിമിൽ ഈ ഫുട്ബോളിൽ കളിക്കൊക്കെ കാണിക്കുമല്ലോ സിനിമയുടെ അകത്തെ, അതും മറ്റേ റിയൽ ഫുട്ബോളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്താ വ്യത്യാസം? സിനിമയിൽ കാണിക്കുന്നതും അത്യാവശ്യം കളിച്ചൊക്കെയല്ല കാണിക്കുന്നത്, അതൊരു ഫേക്ക് ആയിട്ടല്ലല്ലോ. യഥാർത്ഥ ഫുട്ബോളിനെ സിനിമയിൽ അത് ആക്ടിവിറ്റി ആയിട്ട് കാണിക്കുന്നു, ഫുട്ബോൾ എന്ന് പറഞ്ഞ പ്ലേ. അപ്പോൾ അതെന്താ സംഭവം പറയുന്നത്? റിയൽ ആണല്ലോ റിയാലിറ്റിയിലേക്ക് വരുന്നത്. മനസ്സിലായി? അപ്പം അതങ്ങനെ ഇരിക്കുക. പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആര് ഭരിക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ? എന്നാലും ഒരു ചെറിയ ക്വസ്റ്റ്യൻ. ഇപ്പോൾ പിണറായി വിജയൻ സാറാണ്. അപ്പോൾ ഇപ്പോൾ MP-മാരായിട്ടൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ കുറേ പേര്. പാർട്ടി പറയൂല, ഞാൻ അവരുടെ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ല, പാർട്ടി പറയണ്ട, പാർട്ടിയുടെ പേര് പറയണ്ട. ആരെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ആരാധന, അല്ലാണ്ട് പാർട്ടി ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഇത് എന്ന് പറയുമ്പോൾ. നമുക്ക് ഹൈബീഡ് സാറിന് അറിയാം. ഹൈബീഡ് നമ്മുടെ എറണാകുളത്ത് മത്സരിക്കുന്നുണ്ട്, ഹൈബീഡ് സാറ്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി സാറ് തൃശ്ശൂർ ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? കൊണ്ടുപോകും തൃശ്ശൂർ? അപ്പോൾ 4-5 തവണയാണ് പുള്ളി പറയണത് തൃശ്ശൂർ കൊണ്ടുപോകുന്നൊക്കെ. അപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി കൊണ്ടുപോകുന്ന പറയുന്നത് ഇല്ലേ? അപ്പം ഇനിയുള്ള പബ്ലിക് ചോദ്യം, ഇപ്പോൾ പബ്ലിക്കായിട്ടുള്ള ചോദ്യമുണ്ട്. ലാസ്റ്റ് ചോദ്യം.